ഇന്ന് നമ്മോട് കൺവെൻഷൻ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് സാമുവേൽ കറുകയിൽ കോർപ്പിസ്കോപ്പ അച്ഛനാണ്. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കടുക്കൂട്ടം സെന്റ് ജൂഡ് ഓർത്തഡോക്സ് ഇടവകയിലെ വികാരിയായിട്ട് ഇപ്പോൾ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. സഭ മാനേജിംഗ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ മിനിസ്ട്രിയിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ കൂടിയാണ്. അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗൻ മലങ്കര സഭയിലും കേരളത്തിൻ്റെ പുറത്തുമായിട്ട് നിരവധി ധ്യാന യോഗങ്ങളിലും കൺവെൻഷൻ പ്രസംഗങ്ങളിലും അച്ഛൻ തൻ്റെ വചനത്തിലൂടെ അനേകർക്ക് ആത്മീയമായ അനുഭവങ്ങൾ നൽകി തൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് എല്ലാവരുടെയും പേരിൽ അച്ഛനെ ക്ഷണിക്കുന്നു. അഭിനന്ദ തിരുമേനി, വന്ദരായ ജോസഫ് റമ്പാച്ചൻ, പനോളി അച്ഛൻ, സെമിനാരിയുടെ മാനേജർ ബഹുമാന്യനായ MC കുര്യാക്കോസ് അച്ഛൻ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടന വാക്കുകളിലൂടെ ആവശ്യമുള്ളൊരു സന്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിചാരം. ദൈവവചന ശുശ്രൂഷാവേദിയിൽ അനേക വർഷങ്ങൾ വളരെ മനോഹരമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന അഭിനന്ദ തിരുമേനി വർഗീസ് അച്ഛനായിരിക്കുന്ന സമയം മുതൽ, ഒരു വൈദിക സെമിനാറിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം മുതൽ എൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ചയാളാണ് അഭിനന്ദ തിരുമേനി. അന്ന് മുതൽ അതിനുശേഷം തിരുവനന്തപുരം കാരുണ്യ ഗൈഡൻസ് സെൻറ്റർ, കാരുണ്യ വിശ്രാന്തി ഭവൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ട്രിവാൻഡ്രത്ത് ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന അഭിനന്ദ തിരുമേനിയുടെ ശുശ്രൂഷ ഒരു തിരുമേനിയായി കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ സുവിശേഷ പ്രസംഗ വേദിയിലെ തിരുമേനിയുടെ സാന്നിധ്യം കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പരിഭവം. ഭദ്രാസന ചുമതലകളായി കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ സുവിശേഷ വേദികളിലെ തിരുമേനിയുടെ സാന്നിധ്യം കുറഞ്ഞുപോയി. എന്നാൽ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ദൈവവചനത്തിൻ്റെ ആഴം ഉൾക്കൊണ്ട് അനേകരെ നയിക്കുവാൻ ഈ പുണ്യപിതാവിന് സാധിക്കുന്നു. ദൈവം കൂടുതൽ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമുഖം കൂടാതെ ഒരു ചിന്തയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പരിശുദ്ധനായി പരിമല തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ പെരുന്നാളിൻ്റെ അർത്ഥവും ആഴമൊന്നും ഞാനിവിടെ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. പക്ഷേ അഭിനന്ദ തിരുമേനി പറഞ്ഞ വാക്കാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ദൈവവചനത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ആഘോഷങ്ങൾ അർത്ഥമില്ലാതെയാകും. ഇത് പലരുടെയും വിചാരത്തിൽ ഒരു രണ്ടാംകിട പരിപാടിയാണ് തിരുവചന പ്രഘോഷണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. വെറും ചടങ്ങുകളിലേക്ക് മാത്രം നാം പോയാൽ എങ്ങും എത്താതെ പോകും എന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രി ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുകയാണ്. വേദപുസ്തകത്തിലെ എബ്രായ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബദാനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നുപോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തിതനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആകയാൽ ജനത്തിന് ഒരു ശബദാനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. നാമും ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. യാതൊരു വാലും ചേലും നിയമങ്ങളും നിയമസംഹിതകളും ഇല്ലാതെ നടന്ന ഇസ്രായേൽ ജനതയെ ദൈവം ദൈവപുരുഷനായ മോശ മുഖാന്തരം 10 കൽപ്പനകൾ നൽകി ഒരു നിയമവ്യവസ്ഥയുള്ള സമൂഹമാക്കി മാറ്റി. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 9 മുതൽ ഉള്ള വാക്യങ്ങളിൽ അവ വിശദീകരിച്ചിട്ടുണ്ട്. 10 കൽപ്പനകളുടെ വിശദീകരണം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല.
10 കൽപ്പനയിലെ ഒരു കൽപ്പനയാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന വാക്യം. അവിടെ പറഞ്ഞ ഒരു വാക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള 2 വാക്യങ്ങളിൽ എങ്ങനെയാണ് ശബത്ത് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം 6 ദിവസം കൊണ്ട് അധ്വാനിച്ച് 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതിൻ്റെ പ്രതീകമായി സബത്ത് ഉണ്ടായി. പുതിയ നിയമമായി ഇപ്പോഴും എബ്രായ ലേഖകൻ പറയാണ്, നമുക്കൊരു ശബദനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. ശബദിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ദൈവം ഒരു ദിവസം പ്രത്യേകമായി സ്വസ്ഥമായിരുന്നതിന്റെ പ്രതീകമാണ് സബത്ത്. പുതിയ നിയമത്തിൽ പറയുകയാണ്, ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുക, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദനുഭവം ഇനിയും ശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവമക്കൾക്ക് ഈ പറഞ്ഞ ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞിരിക്കുന്ന ശബദ് ദിവസത്തെ പ്രത്യേകത അല്ലാതെ തന്നെ ഒരു ശബദനുഭവം ഇനി ശേഷിപ്പിച്ചിരിക്കുന്നു. എന്താണ് ശബദനുഭവം? ഈ ലോകത്തിലെ ജീവിതം പൂർത്തിയാക്കി ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരവസ്ഥയാണ് സബത്ത്. പരിശുദ്ധനായ ഒരു പുണ്യപിതാവിന്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം വെറും 55 വർഷം, ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം ജീവിച്ച ശേഷം ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഒരു സബദനുഭവത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന പുണ്യപിതാവാണ് പരിമല തിരുമേനി. നമ്മളും ഇവിടെ കബറിങ്കൽ വന്ന് പ്രാർത്ഥിച്ച് മകളുടെ ജോലിയും കല്യാണ കാര്യങ്ങളും അഡ്മിഷൻ കാര്യങ്ങളും പ്രൊമോഷൻ കാര്യങ്ങളും പറഞ്ഞു പോകുമ്പോൾ ദൈവമക്കളായി നമുക്കും ഒരു സബദനുഭവം ശേഷിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം കടന്നുപോയി ഒരു സബദനുഭവം എല്ലാ മനുഷ്യർക്കും ശേഷിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുക, ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാമും ഉത്സാഹിക്കാം. ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഈ വലിയ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്സാഹം ആവശ്യമുണ്ട് എന്നാണ്. ദൈവജനത്തിന്റെ സ്വസ്ഥതയെക്കുറിച്ച് വെളിപാട് പുസ്തകം 7-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ദൈവമക്കളുടെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. കുഞ്ഞാട് വിളക്കായിരിക്കുന്ന ഒരവസ്ഥ, രോഗങ്ങളും വേദനകളും ഭാരങ്ങളുമുള്ള ലോകത്ത് നിന്നൊന്നുമില്ലാത്ത ലോകത്തിലുള്ളൊരു ജീവിതം. അവിടെ ഇതുവരെ ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന, വിശ്വാസത്താൽ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്ന ഒരവസ്ഥ. പരിമല തിരുമേനിയുടെ പെരുന്നാളിൽ കൊണ്ടാടുമ്പോൾ പരിമല തിരുമേനിയെ ജീവനോട് കണ്ടിട്ടുള്ള ആരും ഇവിടെ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പരിമല തിരുമേനിയെ ജീവനോട് കണ്ടിട്ടുള്ള ആരും ഇവിടെ ഇല്ല. പക്ഷേ നമ്മളിവിടെ ആരാധിക്കുകയാണ്, പരിമല തിരുമേനിയെ ഓർക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അത് വിശ്വാസത്താലുള്ള ആരാധനയാണ്. പക്ഷേ സബദിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വിശ്വാസത്താൽ ആരാധിക്കുന്ന മനുഷ്യൻ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്ന അവസ്ഥയാണ് സബദനുഭവം. അതുകൊണ്ടാണ് നമ്മൾ ചില പാടുകളിലൊക്കെ പാടുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് നാഥനെ മുഖം കണ്ട് ആരാധിക്കും. ദൈവത്തെ ഫേസ് ടു ഫേസ് കണ്ട് ആരാധിക്കുന്ന അവസ്ഥയാണ് സബദനുഭവം. വിശ്വാസത്താൽ ആരാധിച്ചവൻ മുഖാമുഖം കണ്ട് ആരാധിക്കുകയാണ്. വേദനകളിലൂടെ ജീവിച്ചവൻ വേദനയില്ലാത്ത ലോകത്ത് ജീവിക്കുകയാണ്. ഈ വലുതെന്ന് കരുതിയൊന്നും വലുതല്ല എന്ന് കരുതി അവിടെ ജീവിക്കുകയാണ്. ഇതാ ദൈവത്തിനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വസ്ഥത. പക്ഷേ ഈ സബത്ത് ദൈവം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? 6 ദിവസം അധ്വാനിച്ചവർക്ക് വെച്ചിട്ടുള്ളതാണ്. എന്ത്? 6 ദിവസം അധ്വാനിക്കുന്നവർക്ക് വെച്ചിട്ടുള്ളതാണ് 7-ാം ദിവസത്തെ സ്വസ്ഥത. 6 ദിവസം അധ്വാനിക്കുന്നവർക്കാണ് 7-ാം ദിവസത്തെ സ്വസ്ഥത. നമുക്കെല്ലാവർക്കും സ്വസ്ഥത വേണം. പക്ഷേ ഈ അധ്വാനം 6 ദിവസം അധ്വാനിക്കുന്നവർക്കാണ് 7-ാം ദിവസത്തെ സബത്ത് സ്വസ്ഥത. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥത വേണം. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും സ്വസ്ഥത വേണം. പക്ഷേ അധ്വാനം ഇല്ലാത്ത സ്വസ്ഥതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് നടക്കില്ല. 6 ദിവസം ദൈവം അധ്വാനിച്ചത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് ആ സ്വസ്ഥത പ്രവേശിപ്പാൻ നീ ഉറങ്ങിക്കോ എന്നല്ല, പിന്നെ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാമും ഉത്സാഹിക്കാം. അതാണ് ഇവിടെ വാക്ക്. ദൈവം തന്റെ മക്കൾക്കായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ, പരിശുദ്ധനായ പരിമല തിരുമേനി പ്രവേശിച്ച ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാമും ഉത്സാഹിക്കാം. വിശ്വാസികളുടെ ഭാഗത്ത് 6 ദിവസത്തെ ഉത്സാഹം ആവശ്യമുണ്ട്. എന്താണ് ഈ ഉത്സാഹം? വേദപുസ്തകത്തിലെ 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് ദൈവ സൃഷ്ടിയുടെ പ്രത്യേകത വിശദീകരിച്ചിട്ടുള്ളത്. അഭിനന്ദ തിരുമേനി 119-ാം സങ്കീർത്തനം പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഒന്നും സാധാരണ നമ്മൾ കാര്യമായി ഗവനിക്കാറില്ല. പക്ഷെ അവിടെ ദൈവം 6 ദിവസം കൊണ്ട് അധ്വാനിച്ചതിന്റെ വിശദീകരണം അവിടെയുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 6 ദിവസത്തെ സൃഷ്ടിയാണ് ഇവിടെ ശ്രദ്ധ. 1-ാം ദിവസത്തെ ദൈവത്തിന്റെ സൃഷ്ടി, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷേ ഭൂമി പാഴായും ശൂന്യമായിരുന്നു. പാഴും ശൂന്യമായ ഭൂമി, പാഴും ശൂന്യമായ അവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോ അവിടെ എന്തെങ്കിലും ഉണ്ടാകാൻ തുടങ്ങി. 1-ാം ദിവസത്തെ അധ്വാനം ഇതാണ്, ദൈവാത്മാവിന്റെ പരിവർത്തനം. ദൈവാത്മാവ് പരിവർത്തിച്ചില്ലെങ്കിൽ അത് പാഴും ശൂന്യമായിരിക്കും. ദൈവാത്മാവ് പരിവർത്തിക്കാത്ത കുടുംബങ്ങൾ പാഴും ശൂന്യമായിരിക്കും. ദൈവാത്മാവ് പരിവർത്തിക്കാത്ത കുടുംബജീവിതങ്ങൾ പാഴും ശൂന്യമായിരിക്കും. ദൈവാത്മാവ് പരിവർത്തിക്കാത്ത കുഞ്ഞുങ്ങളുടെ പഠനം അവിടെ പാഴും ശൂന്യമായിരിക്കും. ദൈവാത്മാവ് പ്രവർത്തിക്കാത്ത ഇടവകളിൽ പാഴും ശൂന്യമായിരിക്കും. ദൈവാത്മാവ് പ്രവർത്തിക്കാത്ത സകലവും പാഴും ശൂന്യമായിരിക്കും. പാഴുശൂന്യമായ അവസ്ഥ മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ദൈവാത്മാവ് പരിവർത്തിച്ചപ്പോഴാണ്. ഒരു ദിവസം ഒരു തിരുമേനി പള്ളിയിൽ എഴുന്നള്ളി വന്നപ്പോൾ അവിടെ കീബോർഡ് വായിച്ച പയ്യനെ, ഇവിടെ കീബോർഡ് വായിക്കുന്ന കുഞ്ഞിനെ പോലുള്ള കീബോർഡ് വായിക്കുന്ന ഒരു കൊച്ചന് തിരുമേനി സമ്മാനം കൊടുത്തു. തിരുമേനി സമ്മാനം കൊടുത്തപ്പോൾ അവിടെ പള്ളിയിൽ വന്നൊരു സ്ത്രീ വാവിട്ട് കരഞ്ഞു. എന്താ അമ്മച്ചി കരയുന്നത്? അമ്മച്ചി കരയാൻ കാര്യം അമ്മച്ചിയുടെ മകനായിരുന്നു കാലങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൽ കീബോർഡ് വായിച്ചിരുന്നത്. എന്നിട്ട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവൻ അഹങ്കാരം തലക്കേറി. അവനിപ്പോൾ പള്ളിയിൽ വരാത്തവനായി. അവൻ ബാർ ഹോട്ടലുകളിൽ കാബറേ നൃത്തങ്ങൾക്ക് കീബോർഡ് വായിക്കുന്നവനായി മാറിപ്പോയി. പാവം തള്ള കരയാൻ കാര്യം എൻ്റെ മകന് കിട്ടേണ്ട സമ്മാനമായിരുന്നു. പക്ഷേ അവനിന്ന് വീട്ടിൽ പോലും കയറാത്തവനായി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ അന്നത്തെ തിരുമേനി പറഞ്ഞു, സാരമില്ല, ഈ കണ്ണുനീരിന്റെ മകൻ മരിക്കില്ല. നാളുകൾക്ക് ശേഷം ഈ ചെറുക്കൻ അവിടെ അടുത്തുള്ള ഒരു ഷാപ്പിലിരുന്ന് അവസാനത്തെ തുള്ളി മട്ടുപോലും ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം, രാത്രിയായിട്ടും കടയടയ്ക്കാൻ സമ്മതിക്കാതെ അവൻ അവിടെ ഇരിക്കുക. അവന് ബോധമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന പകുതി ബോധമാകുമ്പോൾ അവന്റെ കയ്യിൽ കുപ്പിയുണ്ട്. അപ്പോൾ അവിടെ ഒരു ശബ്ദം കേട്ടു, ഏതോ ഒരു ശബ്ദം. ആ ശബ്ദത്തിന്റെ ഉള്ളടക്കം ഇതാണ്: കാമാർത്തികളിലും മോഹങ്ങളിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ കാര്യങ്ങളിലും നടന്ന് കാലം പോക്കിയത് മതി. കാമാർത്തികളിലും മോഹങ്ങളിലും മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും ധർമ്മവിരുദ്ധമായ കാര്യങ്ങളിലും നടന്ന് കാലം പോക്കിയത് മതി. ആര് പറയാണെന്നൊന്നും അവന് മനസ്സിലായില്ല. പക്ഷേ അവൻ അവന്റെ കയ്യിലിരുന്ന കുപ്പിയും കൈ പിടിച്ചുകൊണ്ട് പതുക്കെ കേട്ട ശബ്ദത്തിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. രാത്രിയുടെ മറവിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാണാം, കുറച്ചുകൂടെ ചെല്ലുമ്പോൾ ഈ ശബ്ദം പിന്നെയും ഉറക്കെ കേട്ടു. അവൻ ചെല്ലുമ്പോ ഒരു പെങ്കൊച്ചിന്റെ ശബ്ദമാണിത്. അവൾ ഉറക്ക വായിക്കുക ഈ ശബ്ദം. അവൻ അടുത്ത് ചെല്ലുമ്പോൾ കാണാം, ഒരു ചെറിയ ചെറ്റക്കുടലിലിരുന്ന് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഒരു പെങ്കൊച്ചിന്റെ ശബ്ദമാണ്. അടുത്ത വാക്കിൽ അവൾ പറഞ്ഞു, കാമാർത്തികളിലും മോഹങ്ങളിലും മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും ധർമ്മവിരുദ്ധമായ കാര്യങ്ങളിലും നടന്ന് കാലം പോക്കിയത് മതി. 1 പത്രോസ് 4:3.
പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യമാണിത്. ഇത് സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടി നാളത്തേക്ക് പഠിക്കാനുള്ള വേദവാക്യം ഉരുവിട്ട് കാണാതെ പഠിക്കുകയാണ്. അവിടെയാണ് വായിച്ചോയിട്ട വാക്യം: കാമാർത്തികളിലും മോഹങ്ങളിലും മദ്യപാനങ്ങളിലും ധർമ്മവിരുദ്ധമായ കാര്യങ്ങളിലും നടന്ന് കാലം. ഇത് അവനോട് സംസാരിക്കുന്നതിൽ അവന് തോന്നി. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി വലിച്ചെറിഞ്ഞിട്ട് അവൻ നേരെ കണ്ണുനീരോട് ചെന്ന് അൽത്താരയുടെ മുമ്പിൽ മുട്ടുമടക്കി. അവനാണ് കാലങ്ങൾക്ക് ശേഷം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട സെയിന്റ് അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിലെ ഒരു ഭാഗം ഇതായിരുന്നു. പാഴും ശൂന്യമായ ഒരു അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പരിവർത്തിച്ചപ്പോ പാഴും ശൂന്യമായ ഉഷാരഭൂമി പുണ്യഭൂമിയായി രൂപാന്തരപ്പെട്ടു. ഈ വചനം കേൾക്കുന്ന കുറച്ചുപേരെ നിങ്ങൾ ഇവിടെ ഉള്ളായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം: ദൈവാത്മാവിന്റെ പരിവർത്തനം ഉണ്ടായില്ലെങ്കിൽ പാഴും ശൂന്യമായി തന്നെ നിലനിൽക്കും ഞാനും നിങ്ങളും. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ വാക്ക് ഒരിക്കലൂടെ ഓർപ്പിക്കട്ടെ. മലങ്കര സഭാ വിശ്വാസികളോട് പറയുന്ന ശക്തമായൊരു ഭാഷ: മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും ധർമ്മവിരുദ്ധമായ 40 വർഷമായി, 50 വർഷമായി, 60 വർഷമായി കാലം പോക്കിയ അനേക വിശ്വാസികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സത്യം തിരിച്ചറിയുമ്പോഴാണ് പെരുന്നാൾ നിനക്ക് അർത്ഥപൂർണമാകുന്നത്. അതർവൈസ് വി വിൽ പെരിഷ്. അവിടെ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ഒരു ശബദാനുഭവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിൽ പ്രവേശിപ്പാൻ നാമും നിങ്ങൾ ആ വാക്കെങ്കിലും പറ. അതിൽ പ്രവേശിപ്പാൻ നാമും ഉറങ്ങിക്കോ എന്നല്ല, പിന്നെ നാമും ഉത്സാഹിക്ക. ഒരു കുപ്പി വിഴുങ്ങുന്ന അച്ചായ അത് ഒരു കുപ്പിയെങ്കിലും ഒരു ഗ്ലാസ്സെങ്കിലും കുറയ്ക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ദൈവാത്മാവ് എവിടെ പരിവർത്തിക്കുന്നു? അതിനെ പാഴും ശൂന്യമായി പോവുകയാണ്. ഇവിടെ തിരിച്ചറിവ്. 6 ദിവസത്തെ അധ്വാനത്തിലെ 1-ാം ദിവസത്തെ അധ്വാനം ഇതാണ്: ദൈവാത്മാവിന്റെ പരിവർത്തനം. ദൈവാത്മാവ് പരിവർത്തിക്കാൻ നമ്മെ വിട്ടുകൊടുത്തില്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞാലും ഞാനും നിങ്ങളും പാഴുശൂന്യമായി തന്നെ ഇരിക്കും. ഇതാണ് സത്യം. നോഹയുടെ പെട്ടകത്തിലെ ജന്തുക്കളുടെ കഥ നിങ്ങൾക്കറിയാം. നോഹ തന്റെ പെട്ടകത്തിൽ എല്ലാത്തരം ജന്തുക്കളെയും കയറ്റി. 40 പകലും 40 രാവും മഴ പെയ്തു. അതെല്ലാം കഴിഞ്ഞ് ജലപ്രളയം കഴിഞ്ഞപ്പോ ജന്തുക്കളെ ഇറക്കി വിട്ടപ്പോ ജന്തുക്കളുടെ സ്ഥിതി എന്താ? ആനയായും കടുവയായും പോത്തായും പുലിയായും ഇറങ്ങിപ്പോയി. ഇവിടെ പരിശുദ്ധന്റെ പെരുന്നാളിൽ വന്ന് ജനലക്ഷങ്ങൾ തടിച്ചുകൂടി ഇറങ്ങിപ്പോയിട്ട് പോയി കഴിയുമ്പോഴും ആനയായും പോത്തായും കടുവ ഇവന്റെ സ്വഭാവത്തിന് ഇതാണ് ദൈവാത്മാവിന്റെ പരിവർത്തനം. 2-ാം ദിവസത്തെ ദൈവത്തിന്റെ ശുശ്രൂഷ. പാഴുശൂന്യമായ ഭൂമി, ഉഷാരഭൂമിയിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു. അവിടെ പലതും മുളയ്ക്കാൻ തുടങ്ങുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിക്കണം: ശൂന്യവും മന്ദിരം തന്നേലിന്നു ദേവ വന്നു പാർത്തോ ശുദ്ധി ചെയ്തു നിൻ വീടിന്റെ നിന്ദയകറ്റണമേ. എല്ലാ ഉള്ളെങ്കിലും ഒന്നിച്ച് പാടണം. ശൂന്യവും പാഴുമായി തള്ളിയതാകുമീ മന്ദിരം തന്നേലിന്നു ദേവ വന്നു പാർത്തോ ശുദ്ധി ചെയ്തോ നിൻ വീടിന്റെ നിന്ദയകറ്റണമേ. ശൂന്യവും പാഴുമായി തള്ളിയ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ദേവാ നീ വന്ന് പാർത്ത് ശുദ്ധി ചെയ്ത് നിന്റെ മന്ദിരമാക്കി മാറ്റണേ. ശൂന്യമായും പാഴുമായി തള്ളിയ ഞങ്ങളുടെ ചെറുക്കന്റെ ജീവിതത്തിൽ ദൈവാത്മാവെ കടന്നു വന്ന് അവനെ ഫലഭൂഷ്ഠരാക്കണേ. ശൂന്യവും പാഴുമായി തള്ളിയ ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇതിനെ അനുഗ്രഹപ്രദമാക്കണേ. ഈ പ്രാർത്ഥനയാണ് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ വേണ്ട ആദ്യത്തെ ദിവസത്തെ ശുശ്രൂഷ.
അതാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാം ദിവസം ദൈവം ചെയ്തത് അതാണ്. അവിടെ ദൈവാത്മാവിന്റെ പരിവർത്തനം. സെക്കൻഡ് ഡേ, രണ്ടാമത്തെ ദിവസത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. രണ്ടാം ദിവസം ദൈവം മുകളിലും വെള്ളം താഴെയും വെള്ളം, ഇതിന്റെ നടുവിലൊരു വിധാനം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ഒരു വിധാനം ഉണ്ടായി. മുകളിലത്തെ വെള്ളവും താഴത്തെ വെള്ളവും രണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ഭൂമിയുടെ അടിയിലും വെള്ളമുണ്ട്, പിന്നെ ഭൂമിയുടെ അടിയിലും വെള്ളമുണ്ട്, ഭൂമിയുടെ മുകളിലും വെള്ളമുണ്ട്. ഇതിന്റെ ഇടയ്ക്കുള്ളൊരു വിധാനമാണിത്. വിധാനങ്ങൾക്ക് തമ്മിൽ വേർപാടുണ്ടാക്കിയ ദിവസമാണ് ഡേ ഓഫ് സെപ്പറേഷൻ. സൃഷ്ടിയുടെ രണ്ടാം ദിവസത്തെ ശുശ്രൂഷ വേർപാടുണ്ടാക്കിയ ദിവസമാണ് ഡേ ഓഫ് സെപ്പറേഷൻ. മുകളിലത്തെ വെള്ളവും താഴത്തെ വെള്ളവും തമ്മിൽ രണ്ടാക്കിയ ശുശ്രൂഷ. പരിശുദ്ധനായ പരിമല തിരുമേനിയും വിശുദ്ധന്മാരെയും ശ്രദ്ധിച്ചാൽ ഒരു വേർപാടിന്റെ വിശുദ്ധി പാലിച്ചവരാണ് ഈ പുണ്യപിതാക്കന്മാരെല്ലാം. സങ്കീർത്തന പുസ്തകം ആരംഭിക്കുമ്പോൾ പറയുന്ന ഇതാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നിന്റെ വേർപാട്. നേരം എടുക്കും മുതൽ പാതിരാത്രി വരെ ഇല്ലാത്ത കുരുട്ട് ബുദ്ധികളും ഇല്ലാത്ത ദൈവികമല്ലാത്ത ആലോചനകളുമായി നടക്കുന്ന മനുഷ്യ, നിനക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ എങ്ങനെ കഴിയും? അതുകൊണ്ടാണ് പറഞ്ഞത്, ആരാണ് ഭാഗ്യവാൻ? ദുഷ്ടന്മാരുടെ നിന്റെ പാപയുടെ നിന്റെ നിൽപ്പിലുള്ള നിന്റെ ഇരിപ്പിടത്തിലുള്ള വേർപാട്. ഈ മൂന്നവസ്ഥകളിൽ ഞാൻ വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. ഒന്നാം സങ്കീർത്തനം ഒന്നാം അധ്യായം പറയുകയാണ്, ഒന്നാം വാക്യം പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. ഈ ലോകത്ത് ദുഷ്ടന്മാർ ധാരാളമുണ്ട്, പക്ഷെ അവന്റെ എല്ലാ ആലോചന പ്രകാരം നടക്കാത്തവൻ. പരിമല തിരുമേനി ജീവിച്ച കാലത്തും പക്ഷെ ആ പാപയുടെ അവിടെ ധാരാളം അഭിമന്യനായ തിരുമേനി അർപ്പിച്ചതുപോലെ ഒരു ദൈവമക്കളായ നീയും അല്ലാത്തവനും തമ്മിൽ എന്ത് വേർപാടാണുള്ളത്? എന്ത് വേർപാട്! നിന്റെ അയൽപക്കത്തെ ക്രൈസ്തവനല്ലാത്തവനും നീയും തമ്മിൽ എന്ത് വേർപാട്! അവൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതാ രണ്ടാം ദിവസത്തെ ശുശ്രൂഷ. വിശദീകരണങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സന്ധ്യയായി വിശ്വസ്തമായി രണ്ടാം ദിവസം വേർപാട് വിശുദ്ധി. കർത്താവേ, എൻ്റെ അയൽക്കാരൻ ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൂടെ പഠിക്കുന്ന പെണ്ണ് ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ റൂമിൽ താമസിക്കുന്ന മറ്റേ കൊച്ചു ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൂടെയുള്ള മറ്റവൻ ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. ഈ വേർപാടിന്റെ വിശുദ്ധി പാലിച്ചില്ലെങ്കിൽ കൊച്ചെ, നീയും മറ്റവളും തമ്മിൽ എന്താണ് വ്യത്യാസം? പുണ്യപിതാക്കന്മാരെല്ലാം ഈ അവിടെയാണ് രണ്ടാം ദിവസത്തെ ശുശ്രൂഷ. ഒന്നാം ദിവസത്തെ ശുശ്രൂഷ ദൈവാത്മാവിന്റെ പരിവർത്തനത്തിന് വിധേയപ്പെടുത്തിയ ദിവസം. 2, വേർപാടിന്റെ വിശുദ്ധി. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കാം. ഈ വിശുദ്ധിയുടെ ഒരു ഉത്സാഹമാണ് നമുക്കിന്ന് ആവശ്യം. 3, മൂന്നാം ദിവസം ചെയ്ത ശുശ്രൂഷ ബലവൃക്ഷങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഭൂമിയിൽ നിന്ന് അതാത് ബലം കായ്ക്കുന്ന വൃക്ഷങ്ങളും വിവിധതരം വൃക്ഷങ്ങളും ഫലം കായ്ക്കുന്ന ഉണ്ടായി. മൂന്നാം ദിവസത്തെ സൃഷ്ടി ഫലം കായ്ക്കുന്ന അവസ്ഥ, ഫ്രൂട്ട്ഫുൾനെസ്. ഫലവൃക്ഷങ്ങളെ ഉണ്ടാക്കിയ ദിവസമാണ് 3rd ഡേ. ഇന്ന് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ പലതും ഫലമില്ലാതെ പോവുകയാണ്. ഫലമുണ്ടാകാൻ പ്രതീക്ഷയോടെ പലതും ചെയ്യുന്നു, പക്ഷേ
എങ്ങും കായ്ക്കാതെ പോവുകയാണ്. ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തിന് ഫലം കായ്ക്കണമെങ്കിൽ ഈ പരിശുദ്ധനായൊരു പുണ്യപിതാവ് കായ്ച്ച ഫലത്തിന്റെ അതിൻ്റെ മധു നുകരാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ വരുന്നത്. പരിമല തിരുമേനിയുടെ സെന്റ് ഗ്രിഗോറിയസ് അവാർഡ് നൽകിയ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് സുകുമാർ അഴീക്കോടിന് ഞങ്ങൾ ട്രിവാൻഡ്രത്തൊരു മീറ്റിംഗ് എടുത്തു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു അവാർഡ് നൽകി. അപ്പോൾ സുകുമാർ അഴീക്കോട് പറഞ്ഞു, പരിമല തിരുമേനിയല്ല, പരിമള തിരുമേനിയാണ്. പരിമല തിരുമേനിയല്ല, പരിമള തിരുമേനിയാണ്. അനേകർക്ക് പരിമളം ചൊരിയുന്ന തിരുമേനിയാണ്. അവിടെ നിന്നുണ്ടായ ഫലം ആ ഭംഗിയായി ഫലം കായ്ക്കണമെങ്കിൽ അതിന് 3 ഭാഗങ്ങൾ ശക്തമാവണം. ഒന്ന്, അതിന് ശക്തമായൊരു വേര് വേണം. ഒരു വിശ്വാസി ഫലം കായ്ക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ വേര് വേണം. ഈ പരിശുദ്ധൻ ഇന്നത്തെ നമ്മുടെ പ്രധാന പ്രശ്നം, നമ്മളെയൊക്കെ വിശ്വാസികളുടെ സമൂഹം എന്ന് പ്രസംഗിക്കുന്ന ഞങ്ങളൊക്കെ വിളിച്ചാലും വിശ്വാസം ഉണ്ടെന്ന് വിളിച്ചാൽ അതിന്റെ ആദ്യത്തെ അക്ഷരം കളഞ്ഞാൽ ബാക്കി ഭാഗമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. എന്താണ് ആദ്യത്തെ അക്ഷരം? വിശ്വാസത്തിന്റെ ആദ്യത്തെ അക്ഷരം കളഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ആ ശ്വാസത്തില്ല, ജീവനോടൊന്ന് ചോദിച്ചാൽ ജീവനില്ല. ഒരുതരം സിങ്കിങ് സ്റ്റേജാണ് വിശ്വാസികളുടെ സമൂഹം എന്നൊക്കെ പറഞ്ഞാൽ. ചുമ്മാ വെറുതെ പിന്നെ വല്ലപ്പോഴും പോലെ പരമ്പര പെരുന്നാൾ വരുമ്പോഴും ആശാഴ്ച വരുമ്പോഴും ദുഃഖവെള്ളിയാഴ്ച വരുമ്പോഴൊക്കെ തവള ശ്വാസം പിടിക്കുന്ന പോലെ മാക്സിമം ശ്വാസം പിടിക്കും. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ടപ്പെന്ന് കുപ്പി പൊട്ടുമ്പോഴേക്ക് ഇവന്റെ ശ്വാസം പൊട്ടും. പരുമലപ്പള്ളിയുടെ പെരുന്നാൾ കഴിഞ്ഞ് പാലം കഴിഞ്ഞ് ശ്വാസം പൊട്ടും. ഇതിൽ കൂടിയ വിശ്വാസമില്ലാത്തൊരവസ്ഥയിൽ ഒരു ചുക്കും ഫലം കായ്ക്കില്ല. ഈ വേരില്ലെങ്കിൽ തകർന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ വലിയ വണ്ണമുള്ള വാഴയും ഓമയൊക്കെ വലിയ വൃക്ഷം പോലെ ഇരിക്കാം, പക്ഷേ ചെറിയ കാറ്റടിച്ചാൽ പെടുന്ന താഴെ വീഴും. ചെറിയ കുറുന്തോട്ടി ചെറിയ ചെടിയാണെങ്കിലും വലിച്ചു പറിക്കാൻ പ്രയാസമായിരിക്കും. കാരണം അതിനടിയിലേക്ക് വേരുണ്ട്. വാഴയ്ക്കോ ഓമയ്ക്കോ ഒന്നും വലിയ വേര് അടിയിലേക്കില്ല. ഇന്നത്തെ പ്രശ്നം വിശ്വാസികൾക്ക് വീട്ടിൽ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തകർന്നു പോവുകയാണ്. വീട്ടിൽ ചെറിയ പ്രശ്നം വരുമ്പോൾ സഭ വിട്ടുവിടുകയാണ്. ചെറിയ പ്രതിസന്ധി വരുമ്പോൾ വെള്ളമടിച്ച് ബോധം കെടുകയാണ്. ചെറിയ പ്രതിസന്ധി വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുകയാണ്. വേരില്ലാത്തത് കൊണ്ടാണ്. ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് വിശ്വാസത്തിന് വേര് വേണം. 2, പ്രത്യാശയുടെ നാമ്പ് വേണം മുകളിലേക്ക്. നമുക്കിന്ന് പ്രത്യാശയുടെ നാമ്പില്ല. പലപ്പോഴും നമുക്കെല്ലാം അതൊന്നും ശരിയാകത്തില്ല അച്ഛോ, എൻ്റെ ഭാര്യ ശരിയാകാൻ പോകുന്നില്ല, ഇവിടെ വന്നാലും അവൾ ശരിയാകാൻ പോകുന്നില്ല, ഞങ്ങളുടെ ആ ചെറുക്കൻ ശരിയാകാൻ പോകുന്നില്ല, ആ പെണ്ണൊരിക്കലും ശരിയാകത്തില്ല. ഒരു പ്രത്യാശയുടെ നാമ്പില്ല. ഒരുതരം മണ്ടയഴിച്ച വാട പോലെ നിൽക്കുക. പ്രത്യാശയുടെ നാമ്പില്ലാത്തവന് ഒരു ഫലവും കായ്ക്കാൻ പറ്റില്ല. പരിശുദ്ധന്മാരെ മാത്രമല്ല, എല്ലാ പുണ്യപിതാക്കന്മാരെ ശ്രദ്ധിച്ചാലും ആരെങ്കിലും ഫലം കായ്ച്ചിട്ടുണ്ടെങ്കിൽ, ഫലം കായ്ക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ വേര് വേണം, പ്രത്യാശയുടെ ഒരു നാമ്പ് വേണം. 3, സ്നേഹത്തിന്റെ ശിഖരം വേണം. സ്നേഹമില്ലാത്തവന് ശിഖരമില്ല, സ്നേഹത്തിന്റെ ശിഖരമില്ല, അവിടെ ഒരു ഫലവും കായ്ക്കില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട അംശി, ശനിയാഴ്ച പ്രാർത്ഥന, ഞായറാഴ്ച പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന, ശ്രീ സമാജം, പ്രാർത്ഥന യോഗം, അവിടെ സമാജത്തിന്റെ പരീക്ഷ 199 ഇതെല്ലാം കിട്ടി. പക്ഷെ വീട്ടിൽ ചെന്നാൽ അങ്ങേരുടെ മിണ്ടത്തില്ലെങ്കിൽ എന്റെ സ്ത്രീയെ എന്ത് സമാജം? ഇവിടെയാണ് സ്നേഹത്തിന്റെ ശിഖരങ്ങളില്ല. ഫലം കായ്ക്കണമെങ്കിൽ വിശ്വാസത്തിന് വേര് വേണം, പ്രത്യാശയുടെ നാമ്പ് വേണം, സ്നേഹത്തിന്റെ ശിഖരങ്ങൾ വേണം. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. നിങ്ങളുടെ കൂടെയുള്ള കുട്ടിയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് പരമ തിരുമേനിയുടെ കവളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മാത്രം മതിയോ? വെച്ചേ
സെമസ്റ്റർ എക്സാം ജയിക്കണമെന്ന് മാത്രമായിരുന്നു, സെഷണൽ എക്സാം ജയിക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിലുപരിയായി സ്നേഹത്തിന്റെ ശിഖരങ്ങളില്ലെങ്കിൽ ഫലം കഴിക്കാനാവില്ല. പേഷ്യന്റിനെ നോക്കുന്നവർക്ക് സ്നേഹത്തിന്റെ ശിഖരങ്ങളില്ലെങ്കിൽ ഒരു ബലവും കഴിക്കാനാവില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ പോകുന്ന വഴിക്കൊക്കെ ഒരു മരം ഉണ്ടായിരുന്നു. എന്നോട് പറയുമായിരുന്നു വീട്ടിലൊക്കെ, ആ മരത്തിന്റെ ചുവട്ടിൽ കൂടെ പോകരുതെന്ന്. നടന്നു പോകുന്ന കുട്ടികൾക്കൊക്കെ പണ്ട് ചെറിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ അടുത്തോടെ പോയ ദേഹമൊക്കെ ചൊറിയും. എന്ത് മരം കൊടുക്കണ്ടോ? ചാരുമരം എന്നൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ അടുത്തൂടെ പോയ ദേഹം ചൊറിയുമായിരുന്നു. ഇന്ന് അനേകം വിശ്വാസികൾ ഒരുതരം ചാരുമരം പോലെയാണ്. ഇവന്റെ അടുത്തൂടെ പോയ ചൊറിയും. ഇവരിടപെടുന്ന എല്ലാ പ്രസ്ഥാനത്തിനും ചൊറിച്ചിലുണ്ടാകും. ഇവർ നിൽക്കുന്ന കമ്മ്യൂണിറ്റി ചൊറിച്ചിലാണ്. അവിടെ ഇടപെടുന്നിടത്തെല്ലാം ചൊറിച്ചിലാണ്. ഇവൻ കമ്മിറ്റി വന്നാലും ചൊറിച്ചിലാണ്, പുറത്തിറങ്ങിയാലും ചൊറിച്ചിലാണ്. ഇത്തരം ചാരുമരങ്ങൾക്ക് ഒരു ബലവും കായ്ക്കാൻ പറ്റില്ല. ഇന്ന് ചാരുമരങ്ങൾ പക്ഷെ ബലവൃക്ഷങ്ങളില്ലാതെ പോവുകയാണ്. മൂന്നാം ദിവസത്തെ ഉത്സാഹം ഫലം കായ്ക്കുന്ന അവസ്ഥയാണ്. ഇതായിരുന്നു ദൈവത്തിന്റെ മൂന്നാം ദിവസത്തെ സൃഷ്ടി. സന്ധ്യയായി വിശ്വസമായി മൂന്നാം ദിവസം. ഫോർത്ത്, നാലാം ദിവസം ദൈവം പകൽ വാഴേണ്ടതിന് വലിയ സൂര്യനെയും രാത്രി വാഴേണ്ടതിന് ചന്ദ്രനെയും ചെറിയ നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. സൂര്യചന്ദ്രന്മാരെ ഉണ്ടാക്കിയ ദിവസമാണ് ഫോർത്ത് ഡേ, ഇലുമിനേഷൻ, ഡേ ഓഫ് ഇലുമിനേഷൻ. പ്രകാശം ചൊരിഞ്ഞ ദിവസമാണ് നാലാം ദിവസം. പ്രകാശം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയ ദിവസമാണ് നാലാമത്തെ ദിവസം. ലോകത്തിൽ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാനും നിങ്ങളും പ്രകാശം ചൊരിയുന്നവരാവണം. ഈ പുണ്യപിതാ നാലാം ദിവസത്തെ ദൈവത്തിന്റെ സൃഷ്ടി പ്രകാശം ചൊരിഞ്ഞതാണ്, പ്രകാശം ഉണ്ടാക്കിയതാണ്. നാമും ദൈവം പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ വേദവസ്ത വാക്യങ്ങൾ ഉദ്ധരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകണം. നിങ്ങൾക്ക് ലോകത്തിൽ എല്ലായിടത്തും നടന്ന് വെളിച്ചം കാണിക്കാനൊന്നും പറ്റിയില്ലേലും നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ വീട്ടിൽ ചെറിയൊരു വെളിച്ചം കാണിക്കാൻ പറ്റുമോ? പക്ഷേ കല്യാണം കഴിഞ്ഞ് ഒരു മണവാട്ടി കയറി വരുന്ന സമയത്ത് ഒരു വിളക്ക് പിടിച്ച് എതിരേക്കുന്നു. എന്തിന്? ആ കൊച്ചിൻ്റെ കൊടുത്തിട്ട് വിളക്കം കൊണ്ട് കയറുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ, ഇതിനകത്തുള്ളവനെ എല്ലാം ഞാൻ കത്തിച്ചു കളയും എന്ന് പറഞ്ഞല്ലേ അവൾ വിളക്ക് കൊണ്ട് കയറുന്നു. അവിടെ ഉദ്ദേശം അതാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. വിളക്ക് കൊടുത്ത് അമ്മ സ്വീകരിക്കുന്നത് വെളിച്ചത്തോടെ നിന്റെ സാന്നിധ്യമോട് പ്രകാശമാകട്ടെ എന്നുദ്ദേശിച്ചാണ്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് പ്രകാശം. റെയിൽവേ ഗേറ്റിന് കാവൽ നിന്നൊരു കാവൽക്കാരനെ കുറിച്ചൊരു ചിത്രമുണ്ട്. റെയിൽവേ ഗേറ്റിന് കാവൽ നിന്ന കാവൽക്കാരൻ ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങളില്ലാത്ത സമയം റെയിൽവേ രാത്രിയാണ്. നിങ്ങൾക്കറിയാം, റെയിൽവേ കാർഡുകളിൽ പണ്ട് 2 ലൈറ്റ് ഉണ്ട്. ഒരു ചുവന്ന ലൈറ്റും അല്ലാതെ ഉള്ളൊരു ഒരു റെഡ് ലൈറ്റ്, അപകടമുള്ളപ്പോൾ പൊക്കി കാണിക്കുന്ന ലൈറ്റ്. റെയിൽവേ ഗേറ്റിൽ കാവൽ നിന്നവൻ അവിടെ അപകടമുണ്ടായിട്ടും ചുവന്ന ലൈറ്റ് കാണിച്ചില്ല. ട്രെയിൻ കടന്നുപോയി, ആക്സിഡന്റ് പറ്റി 9 പേര് മരിച്ചു. കേസ് കോടതി നടക്കുക. കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഇവനെ ക്രോസ് വിസ്താരം നടത്തി. ഇവരോട് ചോദിച്ചു, അപകടം നടക്കുന്ന ദിവസം നീ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സർ. അപകടം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായിരുന്നു? മനസ്സിലായി. നീ ലൈറ്റ് ഉയർത്തി ആട്ടിക്കാണിച്ചോ? കാണിച്ചു സർ. ചുവന്ന ലൈറ്റാണോ കാണിച്ചത്? അതെ സാർ, ചുവന്ന ലൈറ്റ്. ചുവന്ന ലൈറ്റ് പച്ച ലൈറ്റോ? ചുവന്ന ലൈറ്റ്. പിന്നെ എങ്ങനെ സംഭവിച്ചു? എനിക്കറിഞ്ഞൂടെ സാർ, ഞാനത് ആട്ടിക്കാണിച്ചതാണ്. അവനെ വെറുതെ വിട്ടു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, എടാ നീ എങ്ങനെ രക്ഷപ്പെട്ടു വാസ്തവത്തിൽ? അവൻ പറഞ്ഞു, എന്നോട് അവൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാനെല്ലാം ഉത്തരം പറഞ്ഞു. നീ ലൈറ്റ് പൊക്കി കാണിച്ചോ എന്ന് ചോദിച്ചു, ഞാൻ പൊക്കി കാണിച്ചു. ചുവന്ന ലൈറ്റാണോ പച്ച ലൈറ്റാണോ എന്ന് ചോദിച്ചു,
ചുവന്ന ലൈറ്റാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ആ ലൈറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ എന്നോട് ചോദിച്ചില്ല. ഞാൻ ലൈറ്റ് കത്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ നല്ല ഉറക്കം നിന്റെ കത്തിക്കാത്ത ലൈറ്റ് ചുവപ്പാണോ പച്ചയാണോ ആരെ കാണാം? ഇന്ന് ഞാൻ അനേകം ലൈറ്റ് കാണിക്കാൻ നടക്കാറില്ല. പക്ഷെ ഒരുത്തിന് വെട്ടം കാണുന്നില്ല. എല്ലാവരും ലൈറ്റ് കാണുന്നു, പക്ഷെ ഒരുത്തിന് വെട്ടം കാണുന്നില്ല. കത്തിക്കാത്ത ലൈറ്റുകൾ പ്രകാശിച്ചില്ല. പരിശുദ്ധനായ അനേകത്തിന് പ്രകാശിക്കുന്നത് കത്തുന്ന ലൈറ്റായിരുന്നു. കത്താത്ത ലൈറ്റായാൽ വെറുതെ ആകാമെന്നല്ലാതെ സ്നേഹിതരെ, ആ സ്വസ്ഥതയിൽ ഉത്സാഹിക്കുക. 4-ാം ദിവസത്തെ ഉത്സാഹം പ്രകാശിപ്പിക്കുന്ന ഉത്സാഹമാണ്. നിന്റെ കുടുംബത്തിൽ ഒരു വെട്ടമായിരിക്കാൻ കുഞ്ഞെ നിനക്ക് പറ്റുമോ? നീ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഒരു വെട്ടമായിരിക്കാൻ മോളെ നിനക്ക് പറ്റുമോ? നീ താമസിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ വെട്ടമായിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അവിടെയാണ് ഈ പുണ്യപിതാക്കന്മാരുടെ പ്രത്യേകത. ആ നാം ഉത്സാഹിക്കുക. നമ്മുടെ ഉത്സാഹം ഇതായിരിക്കട്ടെ: കർത്താവേ, എനിക്ക് ലോകം മുഴുവൻ വെട്ടം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് ചെറിയ വെട്ടമെങ്കിലും കൊടുക്കാൻ എനിക്കാവുമെങ്കിൽ ഇത് പറ്റും. ഇതാണ് 4-ാം ദിവസത്തെ കർത്താവിന്റെ ശുശ്രൂഷ. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. 5-ാമത്തെ ദിവസം ഒന്നിച്ച് ചരിക്കേണ്ടതിന് അവൻ മത്സ്യങ്ങളെയും ഉണ്ടാക്കിയ ദിവസമാണ് 5-ാം ദിവസം. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഇന്ന് രാത്രി വായിക്കണം. ദീർഘമായ വാക്കുകൾ വായിക്കാൻ സമയമില്ലാത്തതോടെ ഞാനൊരു കണ്ടൻസ് മാത്രം പറയാം. ഒന്നിച്ച് ചലിക്കാൻ പറവകളെയും ഒന്നിച്ച് ചലിക്കാൻ അവൻ താഴെ മത്സ്യങ്ങളെ ഉണ്ടാക്കിയ ദിവസമാണ്. ഡേ ഓഫ് ഫെലോഷിപ്പ്. ഇന്നും ശ്രദ്ധിച്ചോ, പക്ഷികൾ ഒന്നിച്ച് പറക്കും, മത്സ്യം ഒന്നിച്ച് പറക്കും, ഒന്നിച്ച് ജീവിക്കും. മനുഷ്യനോ? ഇവിടെയാണ് ഇന്ന് ആർക്കും ആരുടെയും കൂടെ സഹകരിക്കാൻ ഒരു ഫെലോഷിപ്പിനും ആരും തയ്യാറില്ല. എല്ലാവരും ഇന്ന് ഒറ്റയാന്മാരാണ്. എല്ലാവരും ഇന്ന് ആർക്കും ആരുടെയും കൂടെ സഹകരിക്കാൻ തയ്യാറില്ല. ഫെലോഷിപ്പ്, ഡേ ഓഫ് ഫെലോഷിപ്പ്. 3-4 വിധത്തിലുള്ള ഫെലോഷിപ്പ് ഉണ്ട്. ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുക, അവന്റെ തിരുശരീര രക്തങ്ങളുടെ കൂട്ടായ്മയല്ലയോ ഒരപ്പത്തിന്റെ അഭിഷേകം. അല്ല, നമ്മുടെ വിചാരം ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ആവശ്യമില്ലാതെയും പറഞ്ഞു നശിപ്പിച്ചൊരു വാക്കായിപ്പോയി കൂട്ടായ്മ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ വിചാരം, അവിടെ നമ്മളൊരു പ്രാർത്ഥനയായിട്ടൊരു വീട്ടിൽ കൂടി ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചു, അവിടെ 2 വാക്കാരിൽ സംസാരിച്ചു, അവിടെ കാപ്പി കുടിച്ചു, എല്ലാവരും പോയി, ഇന്നത്തെ കൂട്ടായ്മ അവസാനിച്ചു. അടുത്ത ദിവസം ശാശാമ്മയുടെ വീട്ടിൽ അടുത്ത ചൊവ്വാഴ്ച കൂട്ടായ്മ. ഇതാണ് കൂട്ടായ്മ എന്നാണ് പലരുടെയും വിചാരം. ഇതിലുപരിയായി ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ഫെലോഷിപ്പ് എന്ന വാക്ക് ഉണ്ട്. ഇത് ഫെലോസ് ഇൻ എ ഷിപ്പ് എന്ന വാക്കിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എല്ലാവരോടും ഒരു കപ്പലിൽ കയറി, കപ്പലിങ്ങനെ നടുക്കടലിലായി. അപ്പോൾ കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങി. എല്ലാവരും മുങ്ങുമെന്നുള്ളൊരവസ്ഥയായി. പല ആവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടിയിൽ കയറിയവരാണ്. മകളുടെ കല്യാണത്തിൻ്റെ കാര്യം, പിള്ളേരുടെ അഡ്മിഷൻ്റെ കാര്യം, പല വിഷയങ്ങളും ഉദ്ദേശിച്ച് വണ്ടിയിൽ കയറിയതാ. പക്ഷെ ഇപ്പോ ഇത് താഴാൻ തുടങ്ങുക, എല്ലാം വെള്ളം കയറാൻ പോവുക. ഇപ്പോ വണ്ടി ഇരിക്കുന്നവന്മാർക്കെല്ലാം ഒരൊറ്റ ചിന്തയെ കാണുള്ളൂ. എന്തായിരിക്കും ചിന്ത? കല്യാണം നടന്നില്ലേലും വേണ്ടതില്ല, അഡ്മിഷൻ കിട്ടിയില്ലേലും വേണ്ടതില്ല, പിന്നെ എങ്ങനെങ്കിലും വെള്ളത്തിൽ നിന്ന് കയറിയാൽ മതി. ഇതാണ് ഫെലോസ് ഇൻ എ ഷിപ്പ്. പല അഭിപ്രായക്കാര് ഒരേ വണ്ടിയെ കയറി, ഇപ്പൊ ഒറ്റ അഭിപ്രായം എല്ലാവർക്കും ഉള്ളൂ. ഇതാണ് ഫെലോഷിപ്പ്, ഇതാണ് കൂട്ടായ്മ. ഇതാണ് കൂട്ടായ്മയെങ്കിൽ നീ പറയുന്ന കൂട്ടായ്മ എവിടെ? ഈ കൂട്ടായ്മ എവിടെ? ഒരേ പ്രാർത്ഥന യോഗത്തിലിരിക്കുന്ന
ഒരേ പള്ളിയിലിരിക്കുന്ന മുൻപിലും പുറകിലും ഇരിക്കുന്നവനും തമ്മിൽ എന്ത് കൂട്ടായ്മ, ഒരേ കമ്മിറ്റിയിലിരിക്കുന്നവൻ എന്ത് കൂട്ടായ്മ, ഒരേ സമൂഹത്തിൽ താമസിക്കുന്നവൻ എന്ത് കൂട്ടായ്മ, ഒരേ അപ്പത്തിന്റെ അംശികൾക്ക് എന്ത് കൂട്ടായ്മ. ഇവിടെ ഒന്നിച്ചുകളെ ഉണ്ടാക്കിയ ദിവസം ഇതിനെ നോക്കി പഠിക്കാൻ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഡേ ഓഫ് ഫെലോഷിപ്പ്. സ്നേഹിതരെ, സ്നേഹത്തിന്റെ ഭാഷയിലെ ഈ ഫെലോഷിപ്പ് നടക്കുള്ളൂ. ഈ പുണ്യപിതാക്കന്മാരൊക്കെ ഈ ഫെലോഷിപ്പിന്റെ പൂർണ്ണയർത്ഥം തിരുശരീരത്തങ്ങളുടെ ഫെലോഷിപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫെലോഷിപ്പ്. ജെറുസലേം സഭയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സാമ്പത്തിക ഫെലോഷിപ്പുണ്ട്. സഹായിക്കേണ്ടവനെ സഹായിക്കാൻ കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പ്. നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു കാക്കയ്ക്ക് ഒരു ചക്കപ്പഴം കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് കണ്ടിട്ടുണ്ടോ? ഒരു ചക്ക അടന്ന് താഴെ വീണു, അപ്പോൾ ഒരു കാക്ക അതിൻ്റെ അടുത്ത് വന്ന് കൊത്തിപ്പറിച്ച് തിന്നാൻ പോവുക. കാക്കയ്ക്ക് ചക്കപ്പഴം കിട്ടിയാൽ എന്ത് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അത് വേളം അത് കൊത്തിപ്പറിച്ച് തിന്നും. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സാധനം കിട്ടിയാലോ? നമ്മളതിന്റെ പുറത്ത് കയറി അങ്ങ് കിടക്കും. വേറെ ഒരുത്തനും അടുത്തോട് പോലും വരാതിരിക്കാൻ വേണ്ടി എന്താണ് മാർഗമെന്ന് കണ്ടുപിടിക്കും. ഇതാണ് കാക്കയും നീയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് എവിടെയാണ് ഫ്ലഷ്. ഒരു കാക്കയെ ഒരു കല്ലെടുത്തെറിയും, അതിന് മുറിവേറ്റാൽ അതെന്ത് ചെയ്യുന്നു കണ്ടിട്ടുണ്ടോ? ഒരു കാക്കയെ കല്ലെടുത്തെറിഞ്ഞതിന് മുറിവേറ്റാൽ ബാക്കി കാക്കകളെല്ലാം കൂടെ വന്ന് അതിനെ കൊത്തിയെടുത്ത് ഏതെങ്കിലും മരക്കൊമ്പിൽ കൊണ്ടിരുത്തി ശുശ്രൂഷിക്കും. നിന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതന് ഒരപകടം വന്നാൽ നീ എന്ത് ചെയ്യും? പരുമലത്തിരുമേനിയായിട്ട് അവന് കൊടുത്തച്ചോ, എനിക്കോ കൊടുക്കാൻ പറ്റിയില്ല, അതേ പിടിച്ചോ. ഇതാണ് ഇവിടെയും വരുന്ന പലരുടെയും മനസ്സിന്റെ മനോഭാവം. എവിടെയാണ് ഫെലോഷിപ്പ്? കാക്കയും ജന്തുക്കളും റിസോഴ്സസ് ഷെയർ ചെയ്യുന്ന ന്യൂ RSS എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന ഭാഷയല്ല ഇവിടെ, റിസോഴ്സ് ഷെയറിംഗ് സിസ്റ്റം. അത് കാക്കയ്ക്കുണ്ട്, മനുഷ്യനില്ല. ഇവിടെയാണ് എൻ്റെ വിഷയം. ഇവിടെ 5-ാം ദിവസത്തെ ദൈവത്തിന്റെ ശുശ്രൂഷ ഇതായിരുന്നു, ഡേ ഓഫ് ഫെലോഷിപ്പ്. ഞാനും നിങ്ങളും ജീവിതത്തിൽ ഈ ഫെലോഷിപ്പിന്റെ അവസ്ഥയില്ലെങ്കിൽ ജീവിതം ധന്യമാവില്ല, കർത്തൃസന്നിധിയിൽ എത്തുകയില്ല. ദെൻ 6-ാം ദിവസത്തെ സൃഷ്ടി. 6-ാം ദിവസം ദൈവം തന്റെ സ്വന്തം രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്ത അധ്യായത്തിൽ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മണ്ണ് കൊണ്ട് മനുഷ്യനെ മണഞ്ഞുണ്ടാക്കിയിട്ട് അവരുടെ ഉള്ളിൽ ജീവശ്വാസം ഊതി. നിങ്ങൾക്ക് കഥയറിയാം, ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടുത്തെ പ്രത്യേകത, 6-ാം മനുഷ്യ സൃഷ്ടി ശ്രദ്ധിക്കേണ്ട 2 വാക്കുകളാണ്. ഒന്ന്, മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് വിണ്ണിലെ ദൈവത്തിന്റെ അംശം അവനെ കയറ്റി, അവന്റെ മൂക്കിൽ ജീവശ്വാസം മതി. ദാറ്റ് മീൻസ്, അതിന്റെ അർത്ഥം മനുഷ്യനിൽ 2 അംശങ്ങൾ ചേർത്താണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തംശങ്ങൾ? മണ്ണിന്റെ അംശമുണ്ട്, പിന്നെ വിണ്ണിന്റെ അംശമുണ്ട്, ദൈവത്തിന്റെ അംശമുണ്ട്. ഇത് 2ഉം കൂടെ ചേർത്താണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് മനുഷ്യൻ മണ്ണിൽ ജീവിക്കുമ്പോൾ തന്നെ വിണ്ണിലേക്ക് നോക്കാൻ കൂടെ കടപ്പെട്ടവനാണ്. നിന്നെ മണ്ണ് കൊണ്ട് മാത്രമേ നിനക്ക് ഈ ലോകത്തിലെ മണ്ണും പെണ്ണും കോമ്പൗണ്ടുകളും മതിലും പൈസയും മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ നിന്നെ മണ്ണുകൊണ്ട് മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പിന്നെ വിണ്ണിന്റെ അംശവും നിന്നിലുണ്ട്. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ പലരുടെയും ഭാവം കണ്ടാൽ അങ്ങനെ ഒരു അംശമേ നിന്നിലില്ല എന്നാണ് വിചാരം. അതുകൊണ്ട് നിന്റെ സ്ട്രക്ചർ തന്നെ ദൈവത്തെ അറിയാനാണ്, അതിന്റെ ഭാവവും നിന്നിലുണ്ട്. അതുകൊണ്ട് മണ്ണിന്റെ അംശവും വിണ്ണിന്റെ അംശം കൂടെ ചേർത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് 6-ാം ദിവസത്തെ സൃഷ്ടിയുടെ അവസ്ഥ. അതായിരുന്നു ഈ അവരതുകൊണ്ട് മണ്ണിൽ മാത്രമായിരുന്നില്ല, പിന്നെ വിണ്ണിലെ കാര്യങ്ങൾ നോക്കി ജീവിച്ചവരാണ്. താഴെ ജീവിക്കുമ്പോൾ തന്നെ മോളിലേക്ക് നോക്കി ജീവിച്ച പുണ്യപിതാക്കന്മാർ. ഇതായിരുന്നു ഈ താഴെ
എത്ര കൂടുതൽ ഉണ്ടാകുന്നുവോ അത്രയും നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോയിട്ടുള്ള യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മളിവിടെ ഇങ്ങനെ സാധാരണ സാധനങ്ങളെല്ലാം കാണുന്നു. പ്ലെയിനിൽ യാത്ര ചെയ്താൽ ഫ്ലൈറ്റ് മുകളിലോട്ട് പൊങ്ങുന്നതനുസരിച്ച് ഈ താഴത്തെ കെട്ടിടങ്ങളുടെ എല്ലാം വലിപ്പം കുറഞ്ഞു വരും. കുറച്ചങ്ങ് മുകളിൽ കഴിയുമ്പോൾ ഇത് കാണാനേ പറ്റത്തില്ല. അതായിരുന്നു ഈ പുണ്യപിതാക്കന്മാരുടെയൊക്കെ അവസ്ഥ. അവർ ഉയരത്തിലേക്ക് പോയപ്പോൾ അവർക്ക് താഴെ വലുതെന്ന് കരുതിയിരുന്നതൊക്കെ ഒന്നുമല്ല എന്നവർക്ക് തിരിച്ചറിഞ്ഞു. അതായിരുന്നു ദിവസത്തെ മനുഷ്യ സൃഷ്ടി. ഒരു വാക്കോട് പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുക. മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും ഛായയിലും ഉണ്ടാക്കി. ബാക്കി 5 ദിവസത്തെ സൃഷ്ടിയിലും ഇത് ചെയ്തില്ല. സ്വന്തം രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചെന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ വിടുക. യേശുവിൻ്റെ അടുത്ത് പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരു നാണയം കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? യേശു തന്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ അവരോട് പറഞ്ഞു, ഇനി വന്നേ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു നാണയം കൊണ്ടുവാ. അവരങ്ങനെ ചോദിച്ചതിന്റെ കാര്യം, കൊടുക്കണമെന്ന് പറഞ്ഞാലും ഇവനെ കുറിക്കാം, കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാക്കാൻ വേണ്ടിയാ. യേശു പറഞ്ഞു, ഒരു നാണയം കൊണ്ടുവാ. നാണയം കൊണ്ടുവന്നു. നാണയം നോക്കിയിട്ട് ചോദിച്ചു, ഇതിൽ ആരുടെ രൂപവും മേലെഴുത്തും ആരുടേതാണ്? കൈസറുടേത്. അങ്ങനെയെങ്കിൽ കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഈ നാണയം അങ്ങനെയെങ്കിൽ അത് കൈസർക്ക് കൊടുത്തേരെ, ദൈവത്തിന്റെ ദൈവത്തിനും കൊടുത്തേരെ. ദൈവത്തിന്റെ രൂപമുള്ളത് എന്താണ്? ദൈവത്തിന്റെ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതെന്താണ്? അതാണ് ഞാൻ നിങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ പള്ളിയിൽ 1 ലക്ഷം രൂപ കൊടുത്തോ, പോരാ. കാരണം ജീവനുള്ള ദൈവത്തിന് ജീവനില്ലാത്ത നിന്റെ കാശ് മാത്രമല്ല ആവശ്യം. കാര്യം നടക്കാനൊക്കെ കാശ് വേണം, പക്ഷേ ജീവനുള്ള നിന്നെ തന്നെയാണ് ആവശ്യം. അതായിരുന്നു പുണ്യപിതാക്കന്മാരുടെയൊക്കെ ദർശനം. അതായിരുന്നു ഈ പരമല തിരുമേനിയൊക്കെ ചെയ്തത്. കാശ് കൊടുത്തത് മാത്രമല്ല, പിന്നെ തങ്ങളെ തന്നെ അർപ്പിച്ചു. ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട തങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്തു. അതാണ് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കാരണം. സ്നേഹിതരെ, 6-ാം ദിവസത്തെ സൃഷ്ടി ഇതാണ്. ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും മണ്ണ് കൊണ്ട് മെനഞ്ഞിട്ട് ദൈവത്തിന്റെ രൂപം, ദൈവത്തിന്റെ ശ്വാസമൂതിയ മനുഷ്യ സൃഷ്ടി. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. ആ സ്വസ്ഥതയുടെ പ്രതീകമായിട്ടാണ് സാബത്ത്. 6 ദിവസം അധ്വാനിക്കുന്നവർക്കാണ് എന്ത്? ഞാനിപ്പോൾ പറഞ്ഞ 6 ദിവസത്തെ അധ്വാനമാണ്. 6 ദിവസം സ്വസ്ഥത, സാബത്ത്. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറഞ്ഞത്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദാനുഭവം ശേഷിപ്പിച്ചു വെച്ചിരിക്കുന്നു, അതിൽ പ്രവേശിപ്പാൻ നാമും ഉത്സാഹിക്കാം. ഈ സ്വസ്ഥതയാണ് കർത്തൃ സാന്നിധ്യം. അതുകൊണ്ടാണ് ഇതാണ് മരണാനന്തര പറുദീസ. അതാണ് നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉത്സാഹം വേണം. അതുകൊണ്ടാണ് കർത്താവ് അനുദപിച്ചവനോട് പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലിരിക്കും, എന്നോടൊപ്പമായിരിക്കുന്ന അവസ്ഥ. ഇതാണ് നമ്മൾ പ്രാർത്ഥനയിൽ പറഞ്ഞത്. ഉന്നത ശാശ്വത ജീവിതവും നിർമ്മല സത്തമമശിഹ ഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും. ദൈവം തന്റെ മക്കൾക്ക് ഉണ്ടാക്കി അത് ശാശ്വത. ഇത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതാണ്, കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്തതാണ്, ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടില്ലാത്തതാണ്.
അതാണ് 1 കൊരിന്ത്യർ 2:9 ഈ വാക്യമാണ് നമ്മൾ വർഷങ്ങളായി ആരാധനയിലൂടെ പാടുന്ന പാട്ട്. ഇതാണ് ദൈവജനത്തിന് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വസ്ഥതയുടെ അവസ്ഥ. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. സ്നേഹിതരെ, ദൈവത്തിന്റെ മക്കൾക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വസ്ഥത, അതിൽ പ്രവേശിക്കണം. എങ്ങനെ ഉത്സാഹിക്കണം? 6 ദിവസത്തെ അധ്വാനത്തിലൂടെ ഉത്സാഹിക്കണം. 1-ാം ദിവസത്തെ അധ്വാനം ദൈവാത്മാവിന്റെ പരിവർത്തനം. ഈ രാത്രി ശ്രദ്ധിച്ചോ കർത്താവേ, ദൈവാത്മാവിന്റെ പരിവർത്തനത്തിന് വിധേയപ്പെടുത്തുവാൻ അഗസ്ത്യൻ എന്ന് പറയുന്ന വഷളനായ ബാലനെ ദൈവാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ആ ഉഷാരഭൂമിയെ പുണ്യഭൂമിയാക്കിയതുപോലെ എന്നെ പുണ്യഭൂമിയാക്കി മാറ്റണേ. അങ്ങനെ ചെയ്യണമെങ്കിൽ 1 പത്രോസ് 4:3 ഒരിക്കലൂടെ ആവർത്തിക്കുകയാണ്. മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും ധർമ്മവിരുദ്ധമായ കാര്യങ്ങളിൽ തുടർന്ന് കാലം നോക്കിയത് മതി. എൻ്റെ 60 വർഷമായി ഞാൻ പോക്കിക്കളഞ്ഞു. 40 വർഷമായി ഈ പറഞ്ഞ ലിസ്റ്റെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഞാൻ ഇന്ന് ഈ പരിമല തിരുമേനിയുടെ കവറിൽ വെച്ച് വിട പറയുകയാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ സ്നേഹിത, അതാണ് ഈ പെരുന്നാളിൻ്റെ അനുഗ്രഹം. അതാണ് അഭിമന്യ തിരുമേനി പറഞ്ഞത്. ഒരാൾ കേട്ടെങ്കിൽ അതാണ് ദൈവാനുഗ്രഹം. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇന്നിവിടെ തീരുമാനമെടുക്കണം. വീട്ടിൽ ചെന്ന് വാക്യം ഒന്നുകൂടെ വായിച്ചോണം. 1 പത്രോസ് 4:3. 2-ാം ദിവസത്തെ ശുശ്രൂഷ വേർപാടിന്റെ വിശുദ്ധിയാണ്. ബാക്കിയുള്ളവരിൽ നിന്ന് നിനക്ക് എന്ത് വിശുദ്ധിയാണുള്ളത്? എൻ്റെ ആലോചനയിൽ, എൻ്റെ ഇരിപ്പിൽ, എൻ്റെ പ്രവൃത്തിയിൽ എന്ത് വേർപാടിന്റെ വിശുദ്ധി? ഏത് അശുദ്ധിയും ചെയ്തിട്ട് നമ്മളൊരു മെഴുകുതിരി എത്തിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. അതിലുപരിയായി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള വളർച്ചയാണ്. അതാണ് നമ്മെ പഠിപ്പിച്ച പാഠം. 3-ാം ദിവസം ഫലം കായ്ക്കുന്ന അവസ്ഥയാണ്. ഫലം കായ്ക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ വേര് വേണം, സ്നേഹത്തിന്റെ ശിഖരം വേണം, പ്രത്യാശയുടെ നാമ്പ് വേണം. വെറും ചാരുമരങ്ങളായി ജീവിക്കരുത്. 4-ാം ദിവസം പ്രകാശമുണ്ടാക്കിയ ദിവസമാണ്. ലോകത്തിന്റെ പ്രകാശമായി തീരാൻ നമുക്ക് സാധിക്കണം. 5-ാം ദിവസം ഒന്നിച്ചു ചലിക്കാൻ ആകാശത്തെ പറവകളെയും ഒന്നിച്ചു ചലിക്കാൻ അവൻ ഇവിടെ സമുദ്രത്തിൽ മത്സ്യങ്ങളെ ഉണ്ടാക്കിയ ദിവസമാണ്. ഡേ ഓഫ് ഫെലോഷിപ്പ്, സ്നേഹത്തിന്റെ, അനുഗ്രഹത്തിന്റെ, വിശുദ്ധ ആരാധനയുടെ കൂട്ടായ്മയുടെ ദിവസമാണ്. 6-ാം ദിവസം ദൈവം സ്വന്തം രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ച ദിവസമാണ്. കർത്താവേ, നിന്റെ രൂപമാണ് ഞാൻ, അതുകൊണ്ട് എന്നെ നിന്റേതാക്കി മാറ്റണേ. 7-ാമത്തെ ദിവസം ദൈവം സ്വസ്ഥത എന്ന സംവിധാനം ഉണ്ടാക്കിയതാണ്, സാബാത്ത്. കർത്താവേ, ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഒരു ഉത്സാഹം ഇന്ന് രാത്രി മുതൽ എൻ്റെ ജീവിതത്തിലും ആരംഭിക്കണമേ. ഇത് ഉന്നത രാജ്യമാണ്, ഇത് ശാശ്വത ജീവിതമാണ്, ഇത് നിർമ്മലരർഹിക്കുന്നതാണ്. ഇത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടില്ലാത്തതുമാണ്. ആ ഇതിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെയും ഉത്സാഹിപ്പിക്കണമേ. ഈ പെരുന്നാൾ അതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം തലവണയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനശകലം ഇവിടെ നിർത്തുകയാണ്. എല്ലാ ഉള്ളങ്ങളും ഈ ആരാധന സംഗീതത്തിന്റെ ഈ ഇരളിയുടെ ഏറ്റുപാടണം. ഉന്നത ശാശ്വത നിർമ്മല സത്തമർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ശ്രവയോ ഹൃദയം തേറ ചെയ്തിട്ടില്ലേതും. ദൈവമായ കർത്താവേ, സാന്നിധ്യം കൊണ്ട് നീ ഞങ്ങളെ പരിപാലിച്ച, നടത്തിയ, അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തുതി. ഈ പരിശുദ്ധന്റെ പുണ്യപെരുന്നാളിന്റെ ഈ രാത്രിയിൽ ഞങ്ങൾക്കൊന്നിച്ച് സന്നിധിയിൽ ഇരിപ്പാൻ തന്ന സാവകാശത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. ഓരോ വർഷവും ദൈവം തരുന്ന ദാനമാണ്. കഴിഞ്ഞ വർഷം ഈ പെരുന്നാളിൽ നടന്നു വന്ന് സംബന്ധിച്ച എത്രയോ പേർ മരണം വഴിയായി, ശവപ്പെട്ടിക്കിരിയായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങൾക്ക് ഒരു വർഷം കൂടെ തന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ വെറും പാഴും ശൂന്യമായ അവസ്ഥകളിൽ പോകാതെ ദൈവാത്മാവിന്റെ പരിവർത്തനത്തിന് വിധേയപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുടുംബജീവിതങ്ങളിൽ ദൈവാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകണേ. വ്യക്തിജീവിതങ്ങളിൽ ദൈവാത്മാവ് പരിവർത്തിക്കണേ.
ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ദൈവാത്മാവിന്റെ പരിപോഷണത്താൽ പാഴ്ശൂന്യമായ അവസ്ഥ മാറ്റി അവരെ ഫലഭൂയിഷ്ഠമാക്കണേ കർത്താവേ. എന്ത് വേർപാടിന്റെ വിശുദ്ധിയാണ് കുഞ്ഞെ നിനക്കുള്ളത്. എല്ലാവരും ചെയ്യുന്നതും അതിലുപരിയായ കുറവുകൾ ചെയ്യാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളെ ഇരിപ്പിടത്തിലിരിക്കാതെ. ഇതെല്ലാം ലോകത്തിലുണ്ടാവാം. പക്ഷേ എൻ്റെ വഴി ഇതല്ല എന്ന് തിരഞ്ഞെടുക്കുവാൻ ഈ പുണ്യപിതാക്കന്മാർ കാട്ടിയ വേർപാടിന്റെ വിശുദ്ധി പാലിക്കാൻ കൃപ ചെയ്യണേ കർത്താവെ. ഫലം കായ്ക്കുന്നൊരവസ്ഥ വെറും ചാരുമരങ്ങളായി അനേകർക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവരായി തീരാതെ, സ്നേഹത്തിന്റെ ശിഖരങ്ങളും പ്രത്യാശയുടെ നാമം വിശ്വാസത്തിന്റെ വേരുമുള്ളവരായി ജീവിപ്പാൻ കൃപ ചെയ്യണേ. വെളിച്ചങ്ങളെ ഉണ്ടാക്കിയ സർവശക്ത, ഞങ്ങൾ തന്നെ വെളിച്ചങ്ങളാണെന്ന് നീ അറിയിച്ചല്ലോ. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വെളിച്ചം പകരാൻ, അന്ധകാരമയമായിരുന്ന ഒരു സ്ഥലത്ത് ഈ ദേശത്തെ മുഴുവൻ നാനാജാതി മതസ്ഥർക്കും പ്രകാശം ചൊരിഞ്ഞുകൊടുത്ത ഒരു പുണ്യപിതാവിന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിലാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്നത്. ഇവിടെ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് പ്രസരിപ്പിക്കാൻ കൃപ ചെയ്യണമേ. മുകളിൽ കൂട്ടമായി പറക്കാൻ പക്ഷികളെയും കൂട്ടമായി ചരിക്കാൻ കടലിൽ മത്സ്യങ്ങളെയും ഉണ്ടാക്കിയ സർവശക്ത, ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മ വിശുദ്ധ ആരാധനയുടെ കൂട്ടായ്മയാണെന്നും വിശുദ്ധ കുർബാനയുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന്റെ ഭാവം ഞങ്ങളുടെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകാൻ കൃപ ചെയ്യണേ കർത്താവേ. എന്നെ നീ സൃഷ്ടിച്ചത് വെറും മണ്ണുകൊണ്ട് മാത്രമല്ലെന്ന് തിരിച്ചറിഞ്ഞ് മണ്ണിൽ ജീവിക്കുമ്പോൾ തന്നെ വിണ്ണിലേക്ക് നോക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ. ജീവിതം ദൈവം തരുന്നിടത്തോളം കാലം പൂർത്തിയാക്കി ശാശ്വത രാജ്യത്തിലെ ദൈവമക്കൾക്കായി സൂക്ഷിച്ചിരിക്കുന്ന ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഞങ്ങളെയും ഒരുക്കണമേ. ദിവ്യാനുഗ്രഹങ്ങളെ കാക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെ അബ്രഹാമി മടിയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ ആമേൻ. സ്നേഹിതരെ, ശാന്തരായി ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുറിയക്കോസ് അച്ഛനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കട്ടെ. അച്ഛനും ഞങ്ങളോടൊപ്പം ഡോക്ടറൽ ഡിഗ്രിക്ക് തൊട്ട് ജൂനിയറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനും കൂടിയാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അച്ഛനോടുമുള്ള